എല്ലാവർക്കും ഞങ്ങളുടെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾക്ക് കർക്കിടക മാസം തുടങ്ങുകയായി. അപ്പോൾ തലേ ദിവസം സംക്രാന്തിക്ക് എല്ലാം ശീവോതി വയ്ക്കാമെന്നൊരു ചടങ്ങുണ്ട്. നമ്മൾ വീട്ടിൽ തലേ ദിവസം വീടൊക്കെ അടിച്ചുവാരി വൃത്തിയാക്കിയിട്ട് വീട്ടിലുള്ള ഇതൊക്കെ കൊണ്ടുപോയിട്ട് കൊണ്ടുപോയി ഒഴുക്കി കളയലാണ് പതിവ്. പക്ഷെ നമുക്കിവിടെ ഒഴുക്കി കളയാൻ സൗകര്യമൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ അടിച്ചുവാരി വൃത്തിയാക്കിയിട്ട് വൈകുന്നേരം ആകുമ്പോൾ മുക്കാലി പറയുന്ന ഒരു പലകയുണ്ട്, ആ 3 കാലുള്ളത്. അതിൽ വേറൊരു പലക, ഒരു നീളത്തിലൊരു പലകയുമുണ്ട്. അത് രണ്ടും കൂടി കഴുകി വൃത്തിയാക്കി അതിൽ ചന്ദനവും കുങ്കുമവും ഒക്കെ ഇട്ടിട്ട് ശ്രീദേവിയായിട്ട് സങ്കല്പിച്ച് നമ്മൾ അതിന് പൂജ കഴിക്കും. ഇനി ഇങ്ങടെ എല്ലാ ദിവസവും അതിൽ തുളസി വെള്ളം നമ്മൾ ഇതുപോലെ കുളിപ്പിച്ചിട്ട് കുറിയിട്ട് എല്ലാ ദിവസവും നമ്മൾ ശ്രീദേവിയായി സങ്കല്പിച്ച് ചെയ്യാറാണ് പതിവ്. അപ്പോൾ ഇന്ന് പാലക്കാടൊക്കെ അവിച്ചപ്പം എന്ന് പറയുന്ന ഒരു സാധനമാണ് ഉണ്ടാക്കുക. ഞാനിപ്പോൾ ഇവിടെ നിന്ന് പായസമാണ് ഉണ്ടാക്കിയത്. അവിലും ജൗവരിയും വെച്ചിട്ട് പായസം ഉണ്ടാക്കി. അങ്ങനെ നാളികേരവും പഴവും പായസവും എല്ലാം വെച്ചിട്ട് പൂജ കഴിച്ചു. പിന്നെ കർപ്പൂരം കാണിച്ചിട്ട് നമ്മൾ വീട്ടിലെല്ലാവിടെയും കൊണ്ടുപോയിട്ട് കാണിച്ചു. ഞങ്ങളുടെ ഇവിടെ അങ്ങനെയാണ് ചെയ്യാറ്. അതിന് ശേഷം നമുക്ക് എന്തെങ്കിലും നാമം ഇരുന്ന് ജപിക്കാം. ഞാനിപ്പോൾ രാമായണം ആദ്യത്തെ ഒരു പേജ് വായിച്ചു. എല്ലാ ദിവസവും വായിക്കാൻ സാധിച്ചിട്ടില്ലെങ്കിലും ഏതെങ്കിലും ഒരു ഭാഗം ബാലകാണ്ഡമോ അങ്ങനെ എന്തോ ഒന്ന് വായിക്കണം എന്ന് കേട്ടിട്ടുണ്ട് ഞാൻ. അതിന് ശേഷം രാത്രി എല്ലാ പണിയും കഴിഞ്ഞിട്ട് മൈലാഞ്ചി ഇട്ടു. പാലക്കാടുള്ള സംക്രാന്തി എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു.